വയനാടിന്റെ ഹരിതഭംഗിയിൽ പൊതിഞ്ഞ പ്രഭാതങ്ങൾക്കും മഞ്ഞു പുതച്ച മലനിരകൾക്കും പറയാനുള്ളത് അതിജീവനത്തിന്റെയും കുടിയേറ്റത്തിന്റെയും വിസ്മയിപ്പിക്കുന്ന കഥകളാണ്. ആ കഥകളിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമാണ് സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. വെറുമൊരു കല്ലും സിമന്റും കൊണ്ട് തീർത്ത ആരാധനാലയമല്ലിത്. മറിച്ച് പട്ടിണിയോടും വന്യമൃഗങ്ങളോടും മലമ്പനിയോടും പൊരുതി ഈ മണ്ണിൽ വേരുറപ്പിച്ച ഒരു ജനതയുടെ ആത്മവീര്യത്തിന്റെ അടയാളമാണ്. അറിവിന്റെയും ആത്മീയതയുടെയും വെളിച്ചം ചൊരിഞ്ഞു നിൽക്കുന്ന ഈ പുണ്യസങ്കേതം ഇന്ന് ഉത്തര മലബാറിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രമല്ല, മതസൗഹാർദ്ദത്തിന്റെ കൂടി മകുടോദാഹരണമായി നിലകൊള്ളുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ ദേവാലയമാണ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ തീർത്ഥാടന കേന്ദ്രം. സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണ്, ഏക കത്തീഡ്രൽ ദേവാലയമാണ്. 600ഓളം കുടുംബങ്ങളുള്ള ഈ ദേവാലയത്തിൽ ഈ ഇടവകയുടെ മാത്രമല്ല, വയനാടിൻ്റെയും കണ്ണൂർ ജില്ലയുടെയും തമിഴ്നാടിൻ്റെ ചെറിയൊരു ഭാഗത്തു നിന്നും അനേകം ആളുകൾ തീർത്ഥാടകരായിട്ട് എല്ലാ ദിവസങ്ങളിലും ഇവിടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഏകദേശം 82 വർഷത്തിലപ്പുറം ചരിത്രമുള്ള ഈ ഒരു ദേവാലയം കുടിയേറ്റ കർഷകരുടെയും കുടിയേറ്റ ജനതയുടെയും ചരിത്രം ഉറങ്ങുന്ന കൂടിയ ഒരു ദേവാലയമാണ്. വയനാടിൻ്റെ പൊതുവായ വികസന നായകൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മത്തായി നൂർനാലച്ചൻ ഈ ദേവാലയത്തിൽ 50 വർഷക്കാലത്തിലേറെ വികാരിയായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടാണ് പൊതുരംഗത്ത് കൂടുതലായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നതും ഈ ദേവാലയത്തിലാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധ ബെസേലിയസ് ബാവയുടെയും പരിശുദ്ധ പരുമല തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ ഈ ദേവാലയത്തിലുണ്ട് എന്നുള്ളതും ഈ ദേവാലയത്തെ കൂടുതലായിട്ട് വിശ്വാസികളെ ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണാം. നമുക്ക് ചരിത്രത്തിന്റെ താളുകളിലൂടെ ഒന്ന് പിന്നിലേക്ക് സഞ്ചരിക്കാം. 1940കളിൽ മധ്യ തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി മലബാറിലേക്ക് കുടിയേറിയ മനുഷ്യർക്ക് മുന്നിൽ കാടും വന്യമൃഗങ്ങളും രോഗങ്ങളുമായിരുന്നു വലിയ വെല്ലുവിളികൾ. അന്ന് ബത്തേരി ചുങ്കത്ത് ഒരു കൊച്ചു ഷെഡിലായിരുന്നു പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ഈ പള്ളി പ്രവർത്തനം തുടങ്ങിയത്. 1944 സ്ഥാപിതമായ ഈ കുഞ്ഞു ദേവാലയം അന്യദേശത്ത് ഒറ്റപ്പെട്ടുപോയ വിശ്വാസികൾക്ക് വലിയൊരാശ്വാസമായിരുന്നു. പ്രാർത്ഥനകൾക്കും കുർബാനകൾക്കും വേണ്ടി ഒത്തുകൂടിയ ആ മനുഷ്യർ തങ്ങളുടെ ചുരുങ്ങിയ സമ്പാദ്യത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും മിച്ചം പിടിച്ചാണ് പള്ളിയുടെ ആദ്യ രൂപം പണിതത്. ആ ചെറിയ ഇടത്തിൽ നിന്നുമാണ് പിൽക്കാലത്ത് വയനാടിന്റെ നട്ടെല്ലായി മാറിയ വലിയൊരു പ്രസ്ഥാനം വളർന്നു വന്നത്. ഓസിവൈവിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസം 2ാമത്തെ ശനിയാഴ്ച ഒരു നിർധന കുടുംബത്തിന് 1 മാസത്തേക്കുള്ള ഭക്ഷ്യ കിറ്റ് ഈ പ്രസ്ഥാനം നൽകുന്നു. അതോടൊപ്പം തന്നെ വയ്യാത്തവർക്കുള്ള വീൽചെയർ, എയർബെഡ് അങ്ങനെ തുടങ്ങിയ ആതുര സേവനങ്ങൾക്കുള്ള നിരന്തരമായ ഉപകരണങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ വർഷം നടന്ന ഐക്യ ക്രിസ്മസ് ഈ ദേവാലയത്തിൽ വെച്ചാണ് നടന്നത്. ഏകദേശം ഒരു 6ഓളം സഭകളുടെ നേതൃത്വം നടന്ന ഐക്യ ക്രിസ്മസിന് യുവജന പ്രസ്ഥാനത്തിന്റെ പങ്കുണ്ടായിരുന്നു. ഈ ദേവാലയത്തിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും യുവജന പ്രസ്ഥാനവും NGOs മർത്തമറിയ സമാജവും എല്ലാവരുടെയും ശക്തമായ ഒരു ഇടപെടലും കൊണ്ടാണ് ഈ ദേവാലയത്തിന്റെ പ്രവർത്തനം അതിമനോഹരമായിട്ട് പോകുന്നത്. ജനുവരി മാസം 14-15 നടക്കുന്ന വലിയ പെരുന്നാളിലും ഇതര മതസ്ഥരുടെ ഒരു വലിയ ഒഴുക്ക് ഈ ദേവാലയത്തേക്കുണ്ട്. അതോടൊപ്പം യുവജന പ്രസ്ഥാനവും ശക്തമായിട്ട് തന്നെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. കാലം മാറിയതോടെ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ബത്തേരി ഒരു നഗരമായി വളരുകയും ചെയ്തു. വിശ്വാസികളുടെ വർദ്ധിച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ പഴയ സ്ഥലം അപര്യാപ്തമായപ്പോൾ ഊട്ടി റോഡരികിനുള്ള ഇന്നത്തെ വിശാലമായ സ്ഥാനത്തേക്ക് പള്ളി മാറ്റി സ്ഥാപിക്കപ്പെട്ടു. 1986 ഈ ദേവാലയം കത്തീഡ്രലായി ഉയർത്തപ്പെട്ടു എന്നത് ഈ ഇടവകയുടെ വളർച്ചയിലെ സുപ്രധാന നാഴികക്കല്ലാണ്. പരിശുദ്ധ സഭയുടെ ഭരണപരമായ ഔന്നത്യത്തോടൊപ്പം തന്നെ മാതാവിന്റെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി. ഇതിന്റെ ഫലമായാണ് 2007 മലങ്കര ഓർത്തഡോക്സ് സഭ ഈ ദേവാലയത്തെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഇന്ന് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ ദാഹം തീർക്കാൻ ഈ തിരുമുറ്റത്തെത്തുന്നു. ബത്തേരി കത്തീഡ്രലിന്റെയും ആധുനിക ബത്തേരി നഗരത്തിന്റെയും വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വന്ധ്യനായ മത്തായി നൂറനാൽ അച്ഛൻ എന്ന പേര് ഒഴിവാക്കാനാവില്ല. നീണ്ട 51 വർഷം ഈ പള്ളിയുടെ വികാരിയായിരുന്ന അദ്ദേഹം
ഒരു വൈദികൻ എന്നതിലുപരി ഒരു സാമൂഹിക വിപ്ലവകാരിയായിരുന്നു. ആത്മീയതയെ സാമൂഹിക സേവനവുമായി എങ്ങനെ ക്രിയാത്മകമായി കോർത്തിണക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. 1944 സ്ഥാപിതമായ ഈ ദേവാലയം ഈ സമൂഹത്തിന് എന്നും ഒരു ശരണമായി തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഈ ദേവാലയത്തിൽ അന്ന് തൊട്ട് 2002 വരെ ബഹുമാനപ്പെട്ട ഫാദർ മത്തായി നൂർനാളച്ചനായിരുന്നു വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. ആ കാലം തൊട്ട് തന്നെ നമ്മുടെ ഈ ദേവാലയത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളും സഹായ സഹകരണങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ദേവാലയമായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചു വന്നത്. അച്ഛന് ശേഷവും ഈ ഇടവക അതേ പാതയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടവകയുടെ നേതൃത്വത്തിൽ ഈ സമൂഹത്തിന് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് മുഖ്യധാരയിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ 2018 കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു രോഗിക്ക് ഡയാലിസിസിനുള്ള സഹായം നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം 365 ഡയാലിസിസ് സഹായം ഞങ്ങൾ ചെയ്യുകയുണ്ടായി. ഈ ദേവാലയത്തിൽ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഒരാളെയും നമ്മൾ തിരിച്ച് അയക്കാറില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ വർഷവും ഞങ്ങൾ 2 രോഗികൾക്ക് ചികിത്സാ സഹായം എന്നുള്ള രീതിയിൽ 6 ലക്ഷം രൂപ ഈ ദേവാലയത്തിൽ നിന്ന് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ബാംഗ്ലൂർ സൗഖ്യ ഇൻ്റർനാഷണലുമായി ചേർന്നുകൊണ്ട് ഈ നൂർനാളച്ചൻ്റെ 25ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് 25 ഭവനങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്നതിന് തീരുമാനമെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ രോഗികളെ ശുശ്രൂഷിക്കൽ, അതുപോലെ പാവപ്പെട്ടവർക്കുള്ള സഹായങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളരെ മുൻപന്തിയിൽ തന്നെയാണ് ഈ ദേവാലയം. അതുപോലെ പ്രാർത്ഥന കാര്യങ്ങളിലാണെങ്കിലും പെരുന്നാളുകളിലാണെങ്കിലും നാനാജാതി മതസ്ഥർ ഈ ദേവാലയത്തിൽ വന്ന് സംബന്ധിക്കുകയും അവർ ഇവിടെ നിന്ന് ആശ്വാസം നേടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. വയനാട് എന്ന പിന്നാക്ക ജില്ലയുടെ പുരോഗതിക്ക് വിദ്യാഭ്യാസമാണ് ഏക പോംവഴിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് സെന്റ് മേരീസ് കോളേജ്, വിവിധ വിദ്യാലയങ്ങൾ, സെന്റ് മേരീസ് മിഷൻ ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥാപിതമായത്. അശരണർക്ക് തുണയായും രോഗികൾക്ക് ആശ്വാസമായും നാടിന്റെ വികസനത്തിന് ചാലകശക്തിയായും മാറിയ ഈ സ്ഥാപനങ്ങൾ ഇന്ന് 10,000-കണക്കിന് ആളുകൾക്ക് തണലേകുന്നു. ബത്തേരി ഇന്ന് കാണുന്ന സാമ്പത്തിക വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് പിന്നിൽ ഈ ദേവാലയത്തിന്റെ കയ്യൊപ്പുണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. സെന്റ് മേരീസ് കത്തീഡ്രലിൽ പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുമെന്നത് വിശ്വാസികൾക്ക് വെറുമൊരു കേട്ടുകേൾവിയല്ല, മറിച്ച് അവരുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. കോതമംഗലത്ത് ഖബറടക്കിയിരിക്കുന്ന പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ബാവയുടെയും സഭയുടെ ആദ്യത്തെ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ ഇവിടെ ഭക്തിപൂർവം വണങ്ങപ്പെടുന്നു. കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കും രോഗശാന്തി തേടുന്നവർക്കും ഒരു വലിയ തണലായി മാതാവിയുടെ സാന്നിധ്യം അറിയിക്കുന്നുവെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ജാതിമത ഭേദമന്യേ നാനാതുറകളിലുള്ള മനുഷ്യർ ഇന്നും ഈ തിരുനടയിലേക്ക് പ്രാർത്ഥനകളുമായി ഒഴുകിയെത്തുന്നത് ഇവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് തെളിവാണ്. ബത്തേരിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഏറ്റവും സുപ്രധാനമായ 2 ആഘോഷങ്ങളാണ് 8 നോമ്പ് പെരുന്നാളും പുകഴ്ച പെരുന്നാളും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള 8 നോമ്പ് പെരുന്നാൾ വിശ്വാസികൾക്ക് ഭക്തിയുടെയും ആത്മപരിശോധനയുടെയും കാലമാണ്. എന്നാൽ ജനുവരി 14, 15 തീയതികളിൽ നടക്കുന്ന പുകഴ്ച പെരുന്നാൾ ബത്തേരിയുടെ തന്നെ നാട്ടുത്സവമാണ്. 14-ാം തീയതി വൈകുന്നേരം ബത്തേരി നഗരത്തെ ഭക്തിസാന്ദ്രമാക്കുന്ന വർണ്ണശബളമായ നഗരപ്രദക്ഷിണം വയനാടിന്റെ ഐക്യത്തിന്റെ അടയാളമാണ്. ഈ പെരുന്നാളിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സ്നേഹവിരുന്നാണ്. ഭക്തർ ഭക്തിപൂർവം സമർപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ ഒന്നിച്ചു ചേർത്ത് പാകം ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഈ സദ്യ വയനാടിന്റെ കാർഷിക സംസ്കാരത്തെയും സാഹോദര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വിശ്വാസികൾ ഈ ഉത്സവത്തിൽ പങ്കുചേരാൻ എത്താറുണ്ടെന്നത് ഈ ദേവാലയത്തിന്റെ അതിരുകൾ കടന്ന സ്വാധീനത്തെ കാണിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അതിന്റെ ആരാധനാക്രമങ്ങളെല്ലാം വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു. പ്രത്യേകാൽ ബുധനാഴ്ച സന്ധ്യാനമസ്കാരത്തിന് ശേഷം പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയും സമർപ്പണ പ്രാർത്ഥനയും നടത്തപ്പെടുന്നുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലും സമർപ്പണ പ്രാർത്ഥനയിലും ഈ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും
നാനാജാതി മതസ്ഥർ കടന്നു വരികയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. ആധുനികമായ നിർമ്മാണ രീതികളും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങളും സമന്വയിപ്പിച്ചാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. കവാടം മുതൽ മദ്ബഹ വരെയുള്ള നീളുന്ന പ്രൗഢമായ രൂപകൽപ്പന ഭക്തരിൽ ഭക്തിയും ആദരവും ഉണർത്തുന്നു. വിശാലമായ ദേവാലയമുറ്റവും പ്രാർത്ഥനയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ശാന്തമായ അന്തരീക്ഷവും സന്ദർശകരുടെ മനസ്സിന് സമാധാനം നൽകുന്നു. പള്ളിക്കുള്ളിലെ ദീപാരാധനയും ധൂപപ്രാർത്ഥനകളും വിശ്വാസികളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവം നൽകുന്നു. കാലം മാറുമ്പോഴും ടെക്നോളജി ലോകത്തെ കീഴടക്കുമ്പോഴും സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കത്തീഡ്രൽ അതിന്റെ തനിമ കൈവിടാതെ നിലകൊള്ളുന്നു. ആധുനിക തലമുറയ്ക്ക് തങ്ങളുടെ വേരുകൾ തിരിച്ചറിയാനുള്ള ഒരിടമായി ഈ ദേവാലയം പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും നൽകുന്ന പ്രാധാന്യം ഈ പള്ളിയെ ഒരു സാധാരണ ആരാധനാലയത്തിൽ നിന്നും വ്യത്യസ്തമാക്കി മാറ്റുന്നു. വരാനിരിക്കുന്ന തലമുറകൾക്കും ഈ ദേവാലയം വലിയൊരു പ്രത്യാശയാണ്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ചുറ്റുമുള്ളവർക്ക് തണലേകാനും ഈ പുണ്യഭൂമി എന്നും പ്രചോദനമായിരിക്കും. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വയനാടിന്റെ അഭിമാനമാണ്. വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും കഠിനാധ്വാനത്തിന്റെ ചരിത്രവും അതിരുകളില്ലാത്ത സ്നേഹവും ഇഴചേർന്ന ഈ ദേവാലയം നമുക്ക് പകർന്നു നൽകുന്നത് സാഹോദര്യത്തിന്റെ വലിയ പാഠമാണ്.